പുതിയ കുട്ടികൾ ചിന്തിക്കുന്നില്ലെന്നും അവർക്ക് ക്ഷമയില്ലെന്നും പറയാൻ എളുപ്പമാണ്. എന്നാൽ ഇത്തരമൊരു തലമുറയെ രൂപപ്പെടുത്തിയത് ആരാണ്? നമ്മൾ അവരെ വെറുതെ ഇരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അതിവേഗതയിൽ ചലിക്കുന്ന അൽഗോരിതങ്ങളിൽ അവരെ കുരുക്കിയിട്ടത് ആരാണ്? ചോദ്യങ്ങൾക്ക് പകരം ഉത്തരങ്ങളും കഷ്ടപ്പാടുകൾ അറിയിക്കുന്നതിന് പകരം കംഫർട്ട് സോണുകൾ മാത്രവും നൽകിയത് ആരാണ്? വിമർശന സർഗാത്മകതയിലൂന്നി സാങ്കേതികവിദ്യയെ സമീപിക്കാൻ വഴിയൊരുക്കേണ്ടത് നമ്മളായിരുന്നില്ലേ? മാറ്റം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് താല്പര്യമുള്ളവ മാത്രം നിങ്ങളുടെ ഇൻസ്റ്റാ ഫീഡിൽ വരുന്നതായി തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ അൽഗോരിതം നിങ്ങളുടെ വ്യക്തിത്വമാണ്. അതിനും അപ്പുറം അത് നിങ്ങളെ നിയന്ത്രിക്കാൻ, സ്ക്രീനിനു മുന്നിൽ പിടിച്ചിരുത്താൻ രൂപകൽപ്പന ചെയ്ത സിസ്റ്റങ്ങളാണ്. യഥാർത്ഥ ജീവിതത്തിലെ സങ്കടങ്ങളിൽ നിന്നു നമ്മളറിയാതെ സ്വൈപ്പിൽ അഭയം തേടുന്നുണ്ട്. അവ നമ്മളെ എപ്പോഴും സുഖിപ്പിക്കുന്ന, വളരെ വേഗം മനസ്സിലാവുന്ന, വൈകാരികമായി മാത്രം സ്വാധീനിക്കുന്ന കണ്ടൻറ്റുകൾ നമുക്ക് തരുന്നു. നാം നമ്മുടെ ചിന്താശേഷിയെ ഉപയോഗിക്കാത്ത വിധത്തിൽ കൗതുക ലോകങ്ങൾ തുറക്കുന്നു. വിമർശനാത്മകമായി സമീപിക്കുന്നില്ലെങ്കിൽ അറിയുക, നിങ്ങൾ അൽഗോരിതങ്ങൾ സൃഷ്ടിച്ച കപടലോകത്തെ ഒരു തടവുകാരൻ മാത്രമാണ്.